പീരുമേട് പഞ്ചായത്തിലെ 3-ാം വാർഡ് കൊടുവാരണം മുതൽ പഴയ പാമ്പനാട് വരെയുള്ള റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി മാറി. തോട്ടം തൊഴിലാളികളും കർഷകരും താമസിക്കുന്ന പ്രദേശമാണ് കൊടുവാരണം. ഈ മേഖലയിലുള്ള ആളുകളുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. 2005-2010 കാലഘട്ടത്തിൽ PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിച്ചത്. എന്നാൽ തുടർ വർഷങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം ഈ റോഡിൽ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങിയിരുന്നു. ഇപ്പോൾ വാഹന കാൽനട യാത്ര പോലും ദുഷ്കരമായ സാഹചര്യത്തിലാണ് റോഡ്. ജില്ലാ പഞ്ചായത്ത് അംഗം KT ബിനു തുക വകയിരുത്തി ഈ റോഡിന്റെ ആദ്യ ഭാഗം ലാൻഡ്രം പുതിലയം മുതൽ റോഡിന്റെ ടാറിംഗ് നടത്തിയിരുന്നു. രണ്ടാം ഭാഗം ടാറിംഗ് നടത്തുന്നതിന് ആവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുകയും അതിന്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ എയും കോൺട്രാക്ടറും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി ഈ റോഡ് നവീകരണം നിലവിൽ അനിശ്ചിതത്വത്തിലാണ്. പീരുമേട് പഞ്ചായത്തിലെ എയും ഈ കോൺട്രാക്ടറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി ഈ വർക്ക് നടക്കാതിരിക്കുകയാണ്. ഈ വർക്ക് നടക്കാത്തത് കൊണ്ട് ഇവിടെ അനേകായിരം കുട്ടികളും അതേപോലെ തന്നെ രോഗിയായിട്ടുള്ള ആളുകളെല്ലാം ഉണ്ട്. അവർക്കെല്ലാം വണ്ടി യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കറിയാം, ഇനി 15 ദിവസത്തിന് ശേഷം സ്കൂൾ തുറക്കാൻ പോകുകയാണ്. അനേകായിരം കുട്ടികൾ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടുന്ന് പാമ്പനാട് അല്ലെങ്കിൽ പീരുമേട് സ്കൂളിനെ ആശ്രയിച്ചാണ് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. എത്രയും പെട്ടെന്ന് ഈ എയും കോൺട്രാക്ടറുമായിട്ടുള്ള തർക്കം അവസാനിപ്പിച്ച് അത് പരിഹരിച്ച് ഈ റോഡ് നല്ല രീതിയിലാക്കുന്നതിനുള്ള ഇടപെടൽ. പഴയ പാമ്പനാർ മുതൽ കൊടുവാക്കരണം വരെയുള്ള നിരവധി ജനങ്ങളുടെ ഏക ആശ്രയമായ ഈ റോഡിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട എയും കോൺട്രാക്ടറും നടത്തിവരുന്ന തർക്കം അവസാനിപ്പിച്ച് ഉടനടി റോഡ് പണി പുനരാരംഭിച്ചില്ലെങ്കിൽ CPIM ലാൻഡ്രം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ഉൾപ്പെടെയുള്ള സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.